ഞാനൊരു പഴയ കഥ പറയാം. എറണാകുളം ടൗണിലൂടെയുള്ള ഒരു ബസ് യാത്ര. ധാരാളം കോളേജ് വിദ്യാർത്ഥികളുള്ള ആ ബസ്സിൽ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു മധ്യവയസ്കൻ കയറി. 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരു ദുർബല നിമിഷത്തിൽ താൻ ചെയ്തു പോയ തെറ്റ് തൻ്റെ ഭാര്യയും മക്കളും ക്ഷമിക്കുമോ എന്നൊരു അങ്കലാപ്പ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. കത്തിടപാടുകൾ കുറേ നാളത്തേക്കായി അദ്ദേഹം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ജയിൽ മോചനത്തിന് ഒരാഴ്ച മുമ്പ് ഭാര്യയ്ക്ക് അദ്ദേഹം ഇങ്ങനൊരു കത്തെഴുതി: നീ ഇപ്പോഴും നമ്മുടെ ആ പഴയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, അവിടെ എൻ്റെ ഈ കത്ത് നിനക്ക് ലഭിക്കുകയാണെങ്കിൽ, നീ ഇതുവരെയും ആരെയും വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മക്കൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ, ഈ ഞായറാഴ്ച ആ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന ബസ്സിൽ ഞാനുമുണ്ടാകും. വീടിന് മുന്നിൽ നിൽക്കുന്ന ആ പോങ്ങാമരത്തിൽ ഒരു കഷണം വെള്ളത്തുണി നീ കെട്ടുകയാണെങ്കിൽ, എന്നെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. പഴയ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് നിറങ്ങി നിന്നു. അയാളെയും ആ ബസ്സിലുള്ള എല്ലാ യാത്രക്കാരെയും അമ്പരപ്പിച്ചുകൊണ്ട് പോങ്ങാമരത്തിൽ മാത്രമല്ല, വീടിന് മുൻപിലുള്ള എല്ലാ മരങ്ങളിലും വെള്ളത്തുണികൾ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ സകല തെറ്റുകളും നിഷ്പ്രഭമായ പോലെ. ലവ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്. തെറ്റുകൾ ചെയ്തവരോട് നമുക്കും പൊറുക്കാം. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി. മുന്നോട്ടുള്ള യാത്രയിൽ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനാകട്ടെ. ശുഭദിനം. സ്നേഹപൂർവ്വം, അനിൽ ഈശ്വരമംഗലം.